ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒരു ധ്യാനം പോലെ പഠിച്ചു, ഡിഗ്രികൾ എടുത്തു, കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇനിയുള്ള കാലം ഈ നാറുന്ന തെരുവിൽ കഴിച്ചുകൂട്ടാമെന്നാണോ നന്ദൻ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് നന്ദ. എനിക്ക് അതാണല്ലോ ഇഷ്ടം. എന്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് താനല്ല തീരുമാനിക്കുന്നത്, മനസ്സിലായോ? എന്നെങ്കിലും ഒരിക്കൽ നന്ദന് മനസ്സിലാകും ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ചെയ്തില്ല എന്ന്. അപ്പൊ കുറ്റബോധം തോന്നും. ഇപ്പൊ ഉണ്ട് എന്ന് തോന്നുന്ന മനസ്സമാധാനം വെറും പൊള്ളയായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഇങ്ങനെ ഒളിച്ചോടാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഒക്കെ അറിയാമെന്ന് താനാണോ ഈ പറയുന്നത്? വെറുതെ എന്നെ ഒരാൾ ഓർമ്മിപ്പിക്കരുത്. എനിക്ക് വയ്യ. തനിക്ക് ഇവിടെ നിന്ന് പോയിക്കൂടെ? ഞാൻ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിച്ചേക്കിടും. എന്ന് തനിക്കറിയില്ലേ? തന്നെ എനിക്ക് സ്നേഹമാണെന്നറിയില്ലേ? തന്റെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നവനല്ലേ ഞാൻ. ഇവിടം വരെ വന്ന് തന്നെ ഞാൻ വിളിക്കുമ്പോൾ അതിൽ വല്ല കാര്യവും കാണുമെന്ന് താൻ മനസ്സിലാക്കണം. വരണം നന്ദ, എന്റെ കൂടെ താൻ എന്തായാലും വരണം. പോയിട്ട് ഒരു വിവരമില്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. സാറിനെ കണ്ടോ ഇല്ലയോ? എന്താ ഒന്ന് ഫോൺ ചെയ്യാതിരുന്നത്? അതൊന്നും പറ്റിയില്ല. നന്ദൻ വാ. നന്ദൻ സാർ വല്ലാതെ ക്ഷീണിച്ചല്ലോ. എവിടെ ക്ഷീണിച്ചു? ഇത് യാത്രാ ക്ഷീണ. എത്ര മണിക്കൂറാ തീവണ്ടിയിലിരുന്നത്? നന്ദനിരിക്കും. രഹന പണ്ടത്തേതിൽ ഒന്ന് തടിച്ചു. ഇല്ലേ നന്ദ? ഇവിടെ ബാപ്പ മരിച്ചു, സ്വത്ത് പാർട്ടീഷനായി. കിട്ടിയ പണം ബാങ്കിലിട്ടില്ല. ഇഷ്ടം പോലെ ഇറച്ചിയും മീനും വാങ്ങി തന്നു തീർത്തു. ആ തടിയാ പാർട്ടീഷൻ തടി. അരമണിക്കൂറിനകം സംഭവബഹുലമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കണം. വയറ്റിൽ തീ ആളിപ്പട്ടരാണ് ചെറിയല്ലേ? നന്ദൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ വീട് വാങ്ങിച്ചു. മുകളിൽ ആർക്കെങ്കിലും വാടക കൊടുക്കാമെന്ന് രഹന പറഞ്ഞെങ്കിലും നന്ദൻ താമസിച്ചെടുത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മിടുക്കനായ ഒരു അധ്യാപകനെയാണ് കോളേജിന് നഷ്ടപ്പെട്ടത്. റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാനേജ്മെന്റ് തയ്യാറായേക്കും. വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ വീട്ടിലിപ്പോ പിഷാരടി സാറാ താമസിക്കുന്നത്. അറിയില്ലേ കവി NK പിഷാരടി? വേണ്ട റഹ്മാൻ, എനിക്ക് വയ്യ. ഞാൻ വന്ന് പോയിക്കോട്ടെ. എന്തുണ്ടായി നന്ദൻ? അറിയില്ലേ, ഇനി ഒരിക്കലും വരരുന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് വീണ്ടും എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? നന്ദൻ, രാത്രി ഏതായാലും ഇത്രയും വൈകിയില്ലേ? തൽക്കാലം സമാധാനമായിട്ട് ഉറങ്ങും. എല്ലാം കാലത്ത് പറയാം. ഗുഡ് നൈറ്റ്. അതെ, യുവർ ഗുഡ് നെയിം സർ? നന്ദൻ, നന്ദകുമാർ വർമ്മ.
അയ്യോ കുരിശ് വരുന്നുണ്ട്. ഞാനേ പകപ്പെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചായയുടെ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. താങ്ക് യു. എവിടെയാ ചട്ടയും കൊണ്ടു? ആ, ചട്ടയും കൊണ്ടും കടയിൽ പോയി. ഇല്ലല്ലോ, അതിന് നിഴല് പുറകോട്ട് പോകുന്ന ഞങ്ങൾ കണ്ടു. മറിയാമ്മ ചേർത്തി, ഇന്ന് ഞങ്ങൾക്കും വേണം ബ്രേക്ക്ഫാസ്റ്റ്. പഴങ്കഞ്ഞി വേണ്ട, പുട്ടും കടലയും മതി. അവളുടെ ഒരു പുട്ടും കടലയും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെയുള്ള നിങ്ങൾ 4 എണ്ണത്തിന് വെച്ച് വിളമ്പിയേ ഞാൻ ഈ കോലത്തിലായി. ഇനി വരുന്നതിനൂടെ വെച്ച് വിളമ്പാനേ എന്നെ കിട്ടത്തില്ല. അതിനെ വേറെ ആളെ നോക്കണം. അവളുടെ ഒരു പുട്ടും കടലയും. ഇന്ന് പതിപോലെ തന്നെയാ. വേഗം റെഡിയാവ്. ഞങ്ങളുടെ സമയം ആവുന്നില്ലേ ഉള്ളൂ. 9:25. ഇപ്പൊ ബെല്ലടിക്കും. വേഗം വാ. കഞ്ഞി പഴങ്കഞ്ഞി മതിയോ അതോ ഇനിയും വേണോ? ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. ചേർത്തി പുട്ടും കടലയും റെഡിയായില്ലേ? ഓ ഉണ്ട്. ഇന്ന് അതുകൂടെ എടുത്തേക്ക്. എന്റെ കർത്താവേ, ഈ തിന്നുന്നതൊക്കെ എവിടെ പോണമെന്തോ. മറിയാമ്മ ചേർത്തിയുടെ പഴങ്കഞ്ഞി ചെത്തറിന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി സാറ്. സാറോ? നമ്മുടെ ജോസഫ് സാറിനെ പോലെ കിളവൻ കഷണ്ടി ഒന്നും അല്ല. റഹ്മാൻ സാറിനെ പോലെ ഈടിയ മീനും അല്ല. 6 അടി 2 ഇഞ്ചിലൊരു യുവ കോമള. 2 ഇഞ്ച് നീ കൂട്ടി പറഞ്ഞോ. കിടക്കെട്ടെന്ന് എന്റെ വകയായിട്ട്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? മെസ്സേജ് കൊണ്ട് ആളെത്തി. എവിടെ അവള്? അപശ്രുതി ചത്തോ? ചത്തോ നിന്റെ പറത്ത വല്യപ്പനാടി. ഓ, ജീവനുണ്ട്. മതിയുടെ കുളിച്ചത്. ഇറങ്ങി വാ. ഇങ്ങനെ ഇറങ്ങി വന്നാ ബോറാവും. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ. വാഷിംഗ് പൗഡർ തേച്ചാണ് കുളിക്കുന്നത്. വെണ്മയെത്രയോ വെണ്മയെത്രയോ വെണ്മയെത്രയോ. ഓ, ഇവിടെ വെളുക്കാൻ വേണ്ടി നീലം മുക്കുക. നമ്മുടെ കോളേജ് ആവുന്ന മരുഭൂമിയിലേക്ക് ആദ്യത്തെ മഴത്തുള്ളിയായി ഒരു പുതിയ സാർ വന്നെത്തിയിരിക്കുന്നു. ഞാൻ കേട്ടു. അതാണ് കുളി വിസ്തരിച്ചാക്കിയത്. ഗ്ലാമർ ഒട്ടും കുറയരുതല്ലോ. അതുള്ളവര് നോക്കിയാ പോരെ? അതെ, അതുള്ളവരുടെ കാര്യം പറഞ്ഞേ. പറ, നമ്മൾ എങ്ങനെ തുടങ്ങണം? സാറിന് എന്തായാലും ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണം. കൊടുക്കാം. എങ്കിൽ റെഡി? സ്റ്റാർട്ട്. The knowledge about your own potentialities is essential when you approach any subject. The moment a student feels confident about his potentialities and goes about the learning business with determination and grit, there is no stopping him, and there is hardly anything that he cannot accomplish. For this you need inspiration. I'll try my level best to give you that inspiration. എക്സ്ക്യൂസ് മീ സർ. Yes? Shall we? ഈ ക്ലാസ്സിലാണോ? അതെ സർ, ഇന്നലെ വരെ ഞങ്ങൾ ഈ ക്ലാസ്സിലായിരുന്നു. എന്താ ലേറ്റ് ആയത്? പൗഡർ തീർന്നു പോയി സർ. സൈലൻസ്. എന്താ പറഞ്ഞേ? ഈ മോട്ടറിന്റെ പൗഡർ ഇല്ലേ, ആ തീർന്നു പോയി സർ. പിന്നെ അത് ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു. നോക്കിയപ്പോ ടിന്നിന് ഹോളില്ല അല്ലേ? പിന്നെ റാണി തപ്പിയെടുത്തോ ഹോൾസ് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാരും പൗഡർ ഇട്ട് വന്നപ്പോ നേരെ അങ്ങ് വൈകി. പുതിയ സാറിന്റെ ആദ്യത്തെ ക്ലാസ് വരുമ്പോ ഞങ്ങൾ ഇച്ചിരി സുന്ദരികളാവണ്ടേ? നിലവാരമുള്ള തമാശകൾ കേട്ടാലേ ചിരിക്കാവൂ. പഠിത്തത്തിലൂടെയും നല്ല പെരുമാറ്റത്തിലൂടെയും വേണം ശ്രദ്ധ പിടിച്ചു പറ്റാൻ. കയറിയിരുന്നോളൂ. താങ്ക് യു സർ. Okay, let's continue. 1 second sir. Yes? എന്റെ തമാശയ്ക്ക് നിലവാരമില്ലെന്ന് സാർ പറഞ്ഞല്ലോ. നിലവാരമുള്ള 1-2 തമാശ സാറ് പറഞ്ഞാ ഞങ്ങൾ ചിരിക്കാം. തമാശയല്ല എന്റെ സബ്ജക്ട്, കെമിസ്ട്രിയാണ്. എങ്കിൽ പിന്നെ എന്റെ തമാശയുടെ നിലവാരം സാർ എങ്ങനെ അളക്കും? എന്താ ഇയാളുടെ പേര്? ശ്രുതി. ശ്രുതി? ഞങ്ങളൊക്കെ അപശ്രുതി എന്നാ വിളിക്കാം. ഓഹോ. ഇവളുടെ പേര് അറിയോ സാറിന്? കാർബൺ കോപ്പി. കാർബൺ കോപ്പി വെച്ച് ലവ് ലെറ്ററുകൾ അവളുടെ പണി. ഒരു ലെറ്റർ പേര് മാറ്റി 4 മണ്ടൻ ബോയ്ഫ്രണ്ട്സ് അയച്ചവളാ. 4 പേർക്കല്ല 6 പേർക്ക്. Stop it. I won't tolerate any atrocities in my classroom. If anybody trying to play over smart, I'll clear them out. Mind it. But sir. No.